ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, 11 ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂർ KSRTC ജംഗ്ഷനിൽ മോഷണ ശ്രമത്തിനിടെ 3 അംഗ സംഘം അറസ്റ്റിലായത് നിരവധി മോഷണ കേസിലെ പ്രതികൾ.
പുനലൂർ നഗരസഭയുടെ ജിംനേഷ്യത്തിൽ നിന്നും കായികോപകരണങ്ങൾ നഷ്ടമായി, നടപടിക്കൊരുങ്ങി നഗരസഭ. RPL തൊഴിലാളികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. സംയുക്ത തൊഴിലാളി യൂണിയനുകൾ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. പുനലൂർ KSRTC ജംഗ്ഷനിൽ മോഷണ ശ്രമത്തിനിടെ 3 അംഗ സംഘം പോലീസ് പിടിയിലായി. നിരവധി മോഷണ കേസുകളിലെ പ്രതികളെയാണ് പുനലൂർ പോലീസ് പിടികൂടിയത്. KSRTC ജംഗ്ഷനിൽ മോഷണ ശ്രമത്തിനിടെ 3 അംഗ സംഘം പുനലൂർ പോലീസിന്റെ പിടിയിലായി. വാളക്കോട് കൊപ്പാറ പുത്തൻ വീട്ടിൽ കാസറ്റ് കുമാർ എന്ന് വിളിക്കുന്ന അജയകുമാർ, കുണ്ടറ പെരുമ്പുഴ ചരിവിള പുത്തൻ വീട്ടിൽ ഓട്ടോ കബീർ എന്ന് വിളിക്കുന്ന കബീർ, ഇടമൺ വെള്ളിമല ഷാജി മനസ്സിലിൽ 10 പൈസ ഷാജി എന്ന് വിളിക്കുന്ന ഷാജി എന്നിവരാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ KSRTC ജംഗ്ഷനിൽ മോഷണ ശ്രമത്തിനിടെയാണ് ഇവർ പിടിയിലാകുന്നത്. 3 പേരും നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണ്. അറസ്റ്റിലായ ഷാജി കഞ്ചാവ് കേസിലും പ്രതിയാണെന്ന് പുനലൂർ പോലീസ് അറിയിച്ചു. കുണ്ടറ, കൊല്ലം, പുനലൂർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണം നടത്തി വന്നത്. പിടിയിലായ പ്രതികളെ പുനലൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പുനലൂർ SI TS ശിവപ്രകാശ്, അഡീഷണൽ SI ജോൺസൺ, ഷെരീഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി പനമൂരിലൂടെ പോലീസ് സംഘം ഇതേപോലെ ഈ കാസറ്റ് കുമാർ എന്നറിയപ്പെടുന്ന അജയകുമാർ കക്കോട് സ്വദേശി, അയാൾ പത്തനംതിട്ട അന്തർ സംസ്ഥാന മോഷ്ടാവ്, സ്റ്റേഷൻ DC KD. അപ്പോൾ അയാളും ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് ഒരാളെ നമുക്കറിയാം, ഈ 16 കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ളൂ, മുൻ മോഷ്ടാവും കൂടിയായിട്ട് 10 പൈസ ഷാജി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആള് ആട്ടോ കബീർ, പിന്നീടാണ് മനസ്സിലാക്കാൻ കുണ്ട്ര സ്വദേശി ആട്ടോ കബീർ. ഒരു 3 പേരും കൂടെ ടൗണിലും മറ്റു പരിസരങ്ങളിലുള്ള വീടുകളോ അല്ലെങ്കിൽ ധനാര്യ സ്ഥാപനങ്ങളോ മറ്റോ ചെയ്യുന്നതിനുള്ള പ്ലാനിട്ട് വയ്ക്കുന്ന സമയമാണ് പോലീസ് ഒരു ലക്ഷം ഇടാൻ ശ്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. കാസറ്റ് കുമാറിന് സ്റ്റേഷൻ നമ്മൾ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ 16ഓളം മോഷണ കേസുകളുണ്ട്. 10 പൈസ ഷാജി എന്നറിയപ്പെടുന്ന ഷാജിക്ക് കഞ്ചാവും മുൻ മോഷണ കേസുകളടക്കം ഒരു 10-20 കേസുകളുണ്ട്. ആട്ടോ കബീർ കുണ്ട്രയിലും മറ്റ് പോലീസ് സ്റ്റേഷൻ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കുണ്ട്രയിൽ 2 മോഷണ കേസുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിത്ര പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലക്കര രത്നാകരൻ MLA അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ഡയറക്ടർ A. ഹിദുർ മുഹമ്മദ്, കൊട്ടാരക്കര കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം MS. മുരളി, CPI മണ്ഡലം സെക്രട്ടറി S. ബുഹാരി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് A. ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം പേഴുമൂട് സണ്ണി, S. ശശികുമാർ IPS തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ ജവഹർ ബാലകലാഭവനിൽ മിനി മധുകുമാർ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അഡ്വക്കേറ്റ് K. രാജു MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരിക്കെ മരണമടഞ്ഞ മിനി മധുകുമാറിന്റെ സ്മരണാർത്ഥം പുനലൂർ നഗരസഭ ബാലകലാഭവനിൽ മിനി മധുകുമാർ സ്മാരക നിർമ്മാണ മന്ദിരത്തിന് തറക്കല്ലിട്ടു. 11 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മന്ദിരം യാഥാർത്ഥ്യമാക്കുന്നത്. അനുസ്മരണ സമ്മേളനത്തിന് നഗരസഭ ചെയർപേഴ്സൺ രാധാമണി വിദ്യാനന്ദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് സ്വാഗതം പറഞ്ഞു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തന്നെ തന്റെ വാർഡിലെയും അതുപോലെ തന്നെ താനെ പരിചയപ്പെട്ട എല്ലാവരുടെയും എല്ലാ ആദരവുകളും പിടിച്ചുപറ്റാൻ കഴിഞ്ഞ ഒരു ബഹുമാന്യ വ്യക്തിത്വമായിരുന്നു മിനി മധുകുമാർ എന്ന് ഞാൻ ഓർക്കുകയാണ്. വളരെ അസുഖബാധിതയായിരുന്നപ്പോൾ പോലും ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും എല്ലാവരോടും ആ ദുഃഖമെല്ലാം മനസ്സിൽ മറച്ചുകൊണ്ട് വളരെ സന്തോഷവതിയാണ് എന്ന് തോന്നത്തക്ക തരത്തിലാണ് മിനി മധുകുമാർ മറ്റുള്ളവരോടെല്ലാം ഇടപെട്ടിരുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ D. ദിനേശൻ, വസന്ത രഞ്ജൻ, സുശീല രാമചന്ദ്രൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. പിച്ചു, CPI പാർലമെന്ററി പാർട്ടി ലീഡർ VP ഉണ്ണികൃഷ്ണൻ, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരായ വിമല ഗുരുദാസ്, ഗ്രേസി ജോൺ, ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ ചെമ്മന്തൂർ ജിംനേഷ്യത്തിൽ നിന്ന് കായികോപകരണങ്ങൾ നഷ്ടപ്പെട്ടു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. പുനലൂർ നഗരസഭയുടെ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിലെ ജിംനേഷ്യത്തിൽ നിന്നും നിരവധി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു. പൂട്ടിയിട്ടിരുന്ന ജിംനേഷ്യം വൈകിട്ട് പരിശീലനത്തിനായി തുറന്നപ്പോഴാണ് ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ വൈകിട്ട് നമ്മുടെ നഗരസഭയുടെ ജിമ്മിൽ വന്നപ്പോൾ നമ്മുടെ ജിമ്മ് ചവിട്ടി പൊളിച്ച് ഇതിന്റെ ഉള്ളിൽ കയറി 2.5 ഡിസ്ക് 6 എണ്ണവും 5 കിലോന്റെ ഡിസ്ക് 4 എണ്ണവും 7.5 2 ഡിസ്കും 10 കിലോന്റെ ഡമ്പല്
അതുപോലെ 2.5 ഡിസ്ക് 4 5 കിലോന്റെ ഡിസ്ക് 3 കേബിൾ എല്ലാം ബ്രേക്ക് ചെയ്യുകയും ഡംബല് 2.5 6 5 കിലോന്റെ 4 7.5 2 എടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. കൂടാതെ ഉപകരണം പ്രവർത്തിപ്പിക്കുന്നതിനായി ഘടിപ്പിച്ചിരുന്ന കേബിളുകളും മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാണ്. ഒരു വശത്ത് കതവ് ചവിട്ടി തുറന്ന് അകത്ത് കടന്നിരിക്കുകയാണ്. ബുധനാഴ്ച സ്റ്റേഡിയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കബഡി മത്സരം നടത്തിയിരുന്നു. ഇതിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ ജിമ്മിനുള്ളിൽ കടന്നിരുന്നു. ഇവർ അതിനുള്ളിൽ കടന്ന് ഭക്ഷണം കഴിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പരിശീലകൻ നഗരസഭാ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, മുൻ വൈസ് ചെയർമാൻ S വിജു, വാർഡ് മെമ്പർ G രഞ്ജിത്ത് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മത്സരം നടത്തിയ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ജിമ്മിൽ കടന്ന് നാശനഷ്ടം വരുത്തിയവർക്കെതിരെ നിയമ നടപടിക്ക് നീങ്ങാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476997. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന SS ഫർണിച്ചർ 15ാം വർഷത്തിലേക്ക്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. ജനമനസ്സിൽ മാറി മാറി വരുന്ന പുത്തൻ പ്രതീക്ഷകൾക്കൊപ്പം വമ്പിച്ച വിലക്കുറവും എക്സ്ചേഞ്ച് മേളയും സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. പ്രമുഖ കമ്പനികളായ വേൾപൂൾ, സാംസങ്, LG, ഗോദ്രേജ്, ഇലക്ട്രോലൈസ്, കെൽവിനേറ്റർ, സോണി, ഷാർപ്പ് എന്നീ കമ്പനികളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും, റെപ്കോ, സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്.
ചിതറ ഗ്രാമപഞ്ചായത്ത് 55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാരിച്ചിറ തെറ്റിമുക്ക് കോട്ടപ്പുറം റോഡിന് നിർമ്മാണോദ്ഘാടനം സംഘടിപ്പിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സ്വപ്നവും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന 60% വരുന്ന ദരിദ്ര നാരായണന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി ഉതകുന്ന പരിപാടികൾ നടപ്പിലാക്കുവാൻ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായ കൂട്ടായ പ്രവർത്തനം അത് പ്രാബല്യത്തിൽ വരുത്തുവാൻ കഴിഞ്ഞ 5 വർഷം നിങ്ങൾ തന്ന അധികാരം കൊണ്ട് ഞങ്ങൾ 23 പേര് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം നേട്ടമായി നിങ്ങൾ ആരും കാണരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുക. ദീർഘനാളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന റോഡിനാണ് ഇതോടെ ശാപമോക്ഷമാകുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻസാർ തലവരമ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സിനി സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NS ഷീന, പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച രാജന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. അഡ്വക്കേറ്റ് കെ രാജു MLA രാജന്റെ ഭാര്യ റാണിക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു രാജന്റെ ഭാര്യ റാണിക്ക് ചെക്ക് കൈമാറി. 5 ലക്ഷം രൂപ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ നിലവിലിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തുക കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു നഷ്ടപരിഹാരമാകുന്നില്ല, കുറെ കൂടെ തുക അതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞിരുന്നു. എങ്കിലും അന്ന് അനുവദിക്കപ്പെട്ട 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അത് നഷ്ടപരിഹാരം എന്നല്ല, ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ, പുനലൂർ DFO കോശി ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റാനുള്ള നീക്കത്തിനെതിരെ സമരം ശക്തമാകുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ 2ാം ദിവസവും നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VS മണി, സിബിൽ ബാബു എന്നിവരാണ് തെന്മല ജംഗ്ഷനിൽ ഷെഡ് കെട്ടി നിരാഹാരം അനുഷ്ഠിച്ചു വരുന്നത്. പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് വക സ്ഥലത്ത് നിർമ്മിക്കാൻ പഞ്ചായത്ത് എടുത്ത തീരുമാനം പിൻവലിച്ച് ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകും വരെ സമരം തുടരുമെന്ന് VS മണി പറഞ്ഞു. പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതിന് തുടക്കത്തിലെ തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ 4 അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം വകവെക്കാതെ ഇപ്പോഴധികാരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ഭരണസമിതി, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ഭൂമിയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. പഞ്ചായത്തിലെ തന്നെ CDSൻ്റെ വാർഷിക പദ്ധതിയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മറവിൽ തെന്മല പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും കൂടി ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഈ ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മനസ്സിലാക്കി അതിനെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തോടുകൂടി അതിനെ പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ തെന്മല പഞ്ചായത്തിൽ ഹർത്താൽ അടക്കമുള്ള ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ആഭ്യന്തരമന്ത്രി ഈ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിയ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹർത്താലിൽ നിന്ന് പിന്മാറുകയും എന്നാൽ ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ഞാനും സിബിൽ ബാബുവും അടക്കം നടത്തുന്ന നിരാഹാര സമരം തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന ഭൂമിയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ പണിയുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നതുവരെ ശക്തമായിട്ടുള്ള സമരവും ഇത്തരത്തിലുള്ള സമരമാർഗങ്ങളിലൂടെയാണ് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച സമരത്തെ അഭിവാദ്യം ചെയ്യാൻ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തെന്മലയിലെത്തി. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C അജയപ്രസാദ്, ഇടതു നേതാക്കളായ ജോർജ് മാത്യു, PS ചെറിയാൻ, ചന്ദ്രാനന്ദൻ, ബിജുലാൽ പാലാസ് തുടങ്ങിയവരും സമരപ്പന്തലിലെത്തിയിരുന്നു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയവും ജനവിരുദ്ധമായ നടപടി അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല.
RPL തൊഴിലാളി സമരം കൂടുതൽ ശക്തമാകുന്നു. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. മൂന്നാം ദിവസം സമരം ചെയ്ത തൊഴിലാളികൾ തിരുവനന്തപുരം ചെങ്കോട്ട സംസ്ഥാന ഹൈവേ ഉപരോധിച്ചു. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അരമണിക്കൂറാണ് തൊഴിലാളികൾ പാത ഉപരോധിച്ചത്. പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ നേതാവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ S. ജയമോഹൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. 500 രൂപ പ്രഖ്യാപിക്കുന്ന സ്ഥിതി വന്നാൽ നാളെ എസ്റ്റേറ്റിലേക്ക് കത്തിയുമായിട്ട് എസ്റ്റേറ്റിലേക്ക് പോകും. 500 രൂപ തീരുമാനിച്ചില്ലെങ്കിൽ കത്തിയുമായിട്ട് റോഡിലേക്ക് നമ്മൾ രണ്ടായാലും കത്തി വാങ്ങിക്കാണോ. അതുകൊണ്ട് നാളെ വരെ ഇതിന്റെ രൂപം മാറ്റം. നമ്മുടെ ഉത്തമടി ഇറങ്ങി വരുന്ന പാല് വെള്ളമെന്നല്ലേ, വെള്ളപ്പാല് തന്നെയാണ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാനേജ്മെന്റ് കൊണ്ട് കൊടുക്കുമ്പോഴും ഇറങ്ങും കിടപ്പില്ലാക്കുന്നതും ഈ വെള്ളപ്പാല് തന്നെ. ഈ പാല് നമ്മൾ തന്നെ ഓർമ്മ ഒഴിച്ചാലും സ്വീറ്റായിട്ട് വരും. അത് കൊടുത്താലും കാശ് വരും. തല കൂടെ കിടപ്പുണ്ട്, തല കൂടെ കിടപ്പോട്ട് നമ്മളുടെ കൊണ്ട് കത്തി നമ്മുടെ മടിയിൽ ഇരിക്കൊണ്ട് അതുകൊണ്ട് നീണ്ടു പോകുന്ന സ്ഥിതി വന്നാൽ അവസാനം തോട്ടത്തിന്റെ അവകാശം തൊഴിലാളികൾക്ക് വേണം എന്ന നിലയിലേക്ക് ചിന്തിച്ച് അവർ അവരുടെ അത് മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊടിയൊന്നും എത്തിക്കണം. RPL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള വർധനമടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് തീരുമാനിക്കാമെന്നിരിക്കെ PLCക്ക് തീരുമാനങ്ങൾ കൈമാറാനുള്ള അനുമതി നൽകിയത് തൊഴിലാളികളോടുള്ള വഞ്ചനയാണെന്ന് S. ജയമോഹൻ പറഞ്ഞു. ഇവിടുത്തെ തൊഴിലാളികളോട് പ്രതിപക്ഷമുള്ളവരാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചാൽ ഏത് തൊഴിലാളിയും 500 രൂപ അവിടെയുള്ള തൊഴിലാളിക്ക് എന്തെങ്കിലും കൊടുക്കും. OMFാമിൽ കൊടുത്താൽ ഗവൺമെന്റ് സ്ഥാപനം, SFCക്ക് ഗവൺമെന്റ് സ്ഥാപനം, PCക്ക് അതിന് മുതലാളിയായ അത് ഗവൺമെന്റാണ്. ഈ 4 പ്ലാന്റേഷനുകളിൽ ഗവൺമെന്റ് 500 രൂപ കൊടുക്കണം. അതിനാണ് ഇന്ന് ക്യാബിനറ്റ് കൊടുക്കുമ്പോൾ തന്നെ വഴി അറിയുന്നത്. അപ്പോൾ മുതലാളിമാര് ഇത് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യും? 500 രൂപ കൊടുക്കും. അപ്പൊ 500 രൂപ കൊടുക്കണം എന്ന് മുതലാളിമാരോട് വാദിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മുതലാളിയായിട്ടുള്ള നമ്മുടെ മന്ത്രിയാണ് പറയുന്നത് സ്വാമി 500 കൊടുക്കണമെന്ന്. അപ്പൊ സ്വാമി തിരിച്ച് മന്ത്രിയോട് ചോദിക്കുക, നിങ്ങളുടെ നോട്ടത്തിൽ എത്ര കൊടുക്കുന്നത്? അത് 312. 312 കൊടുക്കുന്ന മുതലാളി നമ്മുടെ മുതലാളിയായിട്ടുള്ള മന്ത്രി 500 രൂപ കൊടുക്കണം എന്ന് വേറൊരു മുതലാളിയോട് പറഞ്ഞാൽ അവർ കൊടുക്കുമോ? അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന PLC അധ്യക്ഷരായിരിക്കുന്ന മന്ത്രിയുടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന 1400-1500 തൊഴിലാളികൾക്ക് 500 രൂപ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. AITUC നേതാവ് C. അജയ് പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC നേതാവ് സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു. ജയവർദ്ധനൻ, ബെൻസി ആന്റണി, S. ഗോപകുമാർ, SL ടോം തുടങ്ങിയവർ ഉപരോധ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. എന്നാൽ RPL സമരരീതിയെ ചൊല്ലി തൊഴിലാളികൾക്കിടയിൽ കടുത്ത ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളി നേതാക്കൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ തൊഴിലാളികളുടെ വികാരം മനസ്സിലാക്കാതെ സമരം ചെയ്യുകയാണെന്നാണ് ഒരു വിഭാഗം തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ സ്വന്തം നിലയിൽ മൂന്നാർ മോഡലിൽ സമരം ആരംഭിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Pallatra Fashion Jewelers, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾഡ്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ.
കമ്പനി പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി എന്നും രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി, നാടൻ പ്ലാവുകൾ തുടങ്ങിയ എല്ലാ തടികളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഒരേ ഒരു സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. തേക്ക്, ഈട്ടി തുടങ്ങിയ ഉറപ്പുള്ള നല്ല ഇനം തടികളിൽ നമ്മുടെ വീടിന് ആഡംബരത്തിന്റെ പർദീസയാക്കുവാൻ രേവതി ഫർണിച്ചർ എന്നും നിങ്ങളോടൊപ്പം. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. കോൺടാക്ട് 9447453601, 8136853601. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475-2220-357, 9745-201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSSന് എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്ന നീക്കങ്ങളിൽ നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ചു. പ്രത്യേക ചികിത്സാ പദ്ധതി, പ്രായമായ പെൻഷൻകാർക്ക് അധിക പെൻഷൻ, പെൻഷൻ പരിഷ്കരണത്തിൽ നിലവിലെ 5 വർഷ തത്വം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കല്ലങ്കടവ് സബ്സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ വീട്ടിൽ ആവശ്യമില്ലാത്ത തരത്തിൽ അനാഥാലയങ്ങളിലേക്ക് അയക്കുന്ന ഒരു ദുഷ്പ്രവണതയും വളരെ വലുതായി ഭീകരമായി കണ്ടുവരികയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ പറയുന്നു, ഏറ്റവും ഉത്തമമായ കടമ അതായിരിക്കണം. മാതാപിതാക്കളെ തെളിവറിയരുത്. അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം നടത്താൻ സമയമായി.
ഒരുപാട് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇത്. പക്ഷേ ഇനിയും വൈകിക്കൂടാ. ഇന്നത്തെ ഈ അണു കുടുംബത്തിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം, ഒന്നായാലും 2 കുട്ടികളാണ്. ഈ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത്? അവരുടെ ഇച്ഛക്കനുസരിച്ച് വളർത്തുക. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം വാങ്ങിക്കൊടുത്ത് ഈ സമൂഹത്തിൽ അവരെ പ്രാപ്തരാക്കാൻ എങ്ങനെയാണ് പ്രാപ്തരാക്കുന്നത്? സ്വയം പ്രാപ്തരാക്കുക അല്ല ചെയ്യുന്നത്. മനുഷ്യനായി വളർത്തുവാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് ഈ സമൂഹത്തിൽ എവിടെയൊക്കെയോ എത്തിപ്പെടാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി കുട്ടികളെ അങ്ങ് വളർത്തുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ സമൂഹത്തിനോടോ യാതൊരു പ്രതിബദ്ധതയില്ലാത്ത സമൂഹമായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഇന്നത്തെ ഈ ശാസ്ത്രലോകവും വളർന്നു കഴിഞ്ഞു. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ഉപയോഗം ഏറ്റവും നല്ല സംവിധാനമാണ്. പക്ഷേ അത് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുട്ടികൾ കാണിക്കുന്നത്. പെൻഷനേഴ്സ് യൂണിയൻ പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PM ഹുസൈൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം M സലഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി TR കൃഷ്ണൻ നായർ, ജില്ലാ വൈസ് പ്രസിഡന്റ് M സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഞ്ചലിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഞ്ചലിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ നിർവഹിച്ചു. എല്ലാ കാലഘട്ടത്തിലും ശമ്പള പരിഷ്കരണ സമയത്ത് എല്ലാ സമയത്തും വളരെ നല്ല ഇടപെടൽ നടത്തേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടൽ നടത്തി വ്യക്തമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പോരുന്ന വിധത്തിലുള്ള ഒരു ശക്തി പ്രകടനം ഈ ഐക്യത്തിനുണ്ട്. ഈ ഒത്തുചേരൽ, ഈ ഐക്യം കണ്ടിട്ട് പലരും പുച്ഛിക്കുകയും അധിക്ഷേപിക്കുകയും അവഗണിക്കുകയും ചെയ്തപ്പോഴൊക്കെ ഊർജ്ജം ഒന്നും നഷ്ടപ്പെടാതെ KSSP പ്രസിഡന്റ് G രാജുകുട്ടി അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി K ബാലൻപിള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നരിക്കൽ ഭാസി, ജേക്കബ് ഡാനിയൽ, സംസ്ഥാന കൌൺസിൽ അംഗം N ബാലകൃഷ്ണപിള്ള, N ഗോപാലകൃഷ്ണപിള്ള, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ K സുകുമാരൻ, P സരോജിനി അമ്മ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി R നടരാജൻ, രക്ഷാധികാരികളായ N കൃഷ്ണൻ, MC ചാക്കോ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, അഞ്ചൽ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ KSRTC ജംഗ്ഷനിൽ മോഷണ ശ്രമത്തിനിടെ 3-അംഗ സംഘം അറസ്റ്റിലായത് നിരവധി മോഷണക്കേസിലെ പ്രതികൾ. പുനലൂർ നഗരസഭയുടെ ജിംനേഷ്യത്തിൽ നിന്നും കായികോപകരണങ്ങൾ നഷ്ടമായി, നടപടിക്കൊരുങ്ങി നഗരസഭ. RPL തൊഴിലാളികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. സംയുക്ത തൊഴിലാളി യൂണിയനുകൾ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.